AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ കാർമ്മികത്വത്തിൽ ആരംഭിച്ച VD സതീശൻ്റെയും കൂട്ടരുടെയും സമരയാത്ര ആരംഭിച്ചിടത്ത് തന്നെ അവസാനിച്ച നിലയിലാണ് കാര്യങ്ങൾ. KPCC അധ്യക്ഷൻ K. സുധാകരൻ ഉദ്ഘാടന സമ്മേളനത്തിൽ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കുന്നതിലെ നിസ്സഹായ അവസ്ഥ സമ്മതിച്ചതോടെ കാറ്റുപോയ ജാഥ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ വലയുകയാണ്. ജാഥയ്ക്കാളില്ലാത്ത സ്ഥിതിയാണിപ്പോൾ. വന്യജീവി ഭീഷണിയും കാർഷിക വിലത്തകർച്ചയുമായിരുന്നു സമരത്തിൻ്റെ ഇതിവൃത്തം. സമരവിഷയങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിസ്ഥാനത്ത് ഇടതുപക്ഷമല്ലെന്ന് മനസ്സിലായതോടെ ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ് പ്രാസംഗികർ. കേരളത്തിലെ ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന കേന്ദ്ര നിയമത്തിനെതിരെ ചെറുവിരൽ പോലും അനക്കാതെ രാഷ്ട്രീയ നാടകം കളിക്കുന്ന സതീശൻ്റെയും കൂട്ടരുടെയും ജാഥയിൽ പേരിനു പോലും ആളില്ലാത്ത അവസ്ഥയാണ്. അതുമാത്രമല്ല കാര്യം, പറഞ്ഞു വരുമ്പോൾ പ്രതിസ്ഥാനത്ത് സമരക്കാർ തന്നെയാണ് നിൽക്കുന്നത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന 1972 കൊണ്ടുവന്ന കേന്ദ്രത്തിൻ്റെ വന്യജീവി സംരക്ഷണ നിയമമല്ലേ മലയോരത്ത് മനുഷ്യജീവിതം ദുസ്സഹമാക്കിയതെന്ന ജനത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയില്ലാത്തതാണ് സമരക്കാരെ കുഴയ്ക്കുന്നത്. ഇത് 5 തവണ ഭേദഗതി ചെയ്തത് കോൺഗ്രസും പിന്നെ 2 തവണ സതീശൻ്റെ സ്വന്തം BJPയുമാണ്. കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാരായിരുന്ന രാജീവ് ഗാന്ധി, നരസിംഹറാവു, മൻമോഹൻ സിംഗ് എന്നിവരൊക്കെ മത്സരിച്ച് നിയമത്തെ കടുപ്പമുള്ളതാക്കി. വാജ്പേയിയുടെ വകയും മോദിയുടെ വകയുമായി ഓരോ ഭേദഗതി കൂടി വന്നതോടെ ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത നിലയിലായി കാര്യങ്ങൾ. വന്യജീവികളെ മനുഷ്യർ ആക്രമിക്കുന്നത് തടയാൻ ഇനിയും നിയമം കടുപ്പിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് ജയറാം രമേശിനെ പോലെയുള്ളവരുടെ അഭിപ്രായം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തതിനാൽ പത്രസമ്മേളനത്തിൽ ഈ വിഷയം മിണ്ടുന്നതേയില്ല. 2022 വനം നിയമം ഭേദഗതി ബിൽ രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ CPIM അംഗം ഒരു ഭേദഗതി കൊണ്ടുവന്നു. ജനജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന വന്യജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച് ഉന്മൂലനം ചെയ്യാൻ സംസ്ഥാനങ്ങൾക്ക് കൂടി അധികാരം നൽകണമെന്നതായിരുന്നു ആ ഭേദഗതി. എന്നാൽ മാപ്രകളും സതീശനും സംഘവും കൂടി നയിക്കുന്ന ജാഥയിൽ ഇടിച്ചു നിന്ന് സമരം നടത്തുന്ന കോൺഗ്രസിൻ്റെ ഒരു MP പോലും ഭേദഗതിയെ പിന്തുണച്ചില്ല. അക്കൂട്ടരാണ് ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനിപ്പോൾ വേഷം കെട്ടിയാടുന്നത്. മലയോരത്ത് കൃഷി അസാധ്യമാക്കുന്നത് കാട്ടുപന്നി പോലുള്ള മൃഗങ്ങളുടെ ശല്യമാണ്. ഇവയെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാൻ സംസ്ഥാനം നിരവധി തവണ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം അനുഭവിക്കുന്ന വയനാട്ടിൽ MP ആയിരുന്നപ്പോൾ രാഹുൽ ഗാന്ധി ഒരു തവണ പോലും കേന്ദ്രത്തിന് നിവേദനം നൽകിയതായി അദ്ദേഹം പോലും അവകാശപ്പെടുന്നില്ല. വനം വന്യജീവി സംരക്ഷണത്തിന് പേരുകേട്ട പരിഷ്കൃത രാജ്യങ്ങളിൽ പോലും നിശ്ചിത കാലയളവിൽ പെറ്റുപെരുകുന്ന ഇനങ്ങളെ കൊന്നുകളയാനുള്ള അവകാശം ജനങ്ങൾക്ക് നൽകാറുണ്ട്. ഈ സംവിധാനം കേരളത്തിലും വേണമെന്നാണ് കേന്ദ്രത്തോട് കേരളം അഭ്യർത്ഥിക്കുന്നത്. ഏതെങ്കിലും ജീവിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്ന ഏർപ്പാട് കേന്ദ്രത്തിന് ഇല്ല എന്ന് കരുതരുത്. പശു ഇനത്തിൽപ്പെടുന്ന നീൽഗായ് എന്ന മൃഗത്തെയും കാട്ടുപന്നിയെയും ബീഹാറിൻ്റെ ആവശ്യത്തെ തുടർന്ന് പലതവണ ക്ഷുദ്രജീവിയായി കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ 2016 ഒരു വർഷത്തേക്ക് കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായും പ്രഖ്യാപിച്ചു. പക്ഷെ നമ്മുടെ ഈ ആവശ്യത്തോട് മുഖം തിരിക്കുകയാണ് കേന്ദ്രം. ഇതിപ്പോൾ കേരള സർക്കാരിൻ്റെ മാത്രം പ്രശ്നമെന്ന രീതിയിലാണ് കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. കേന്ദ്രത്തിനെതിരെ ഒന്നും മിണ്ടില്ല. കാരണം മോദി സതീശൻ്റെയും കൂട്ടരുടെയും സ്വന്തമാണല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെ പ്രശ്നം കൂടുതൽ രൂക്ഷമാണെന്നും അവർ പറയില്ല. 2023-24 കേരളത്തിൽ 22 പേരാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെങ്കിൽ കർണാടകത്തിൽ ഇത് 48ആണ്. കടുവ ആക്രമണത്തെക്കുറിച്ച് കേന്ദ്രം പാർലമെൻറ്റിൽ സമർപ്പിച്ച വിവരമനുസരിച്ച് 2023 മാത്രം കടുവ ആക്രമണത്തിൽ കർണാടകത്തിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ കേരളത്തിൽ 2019 മുതൽ 2023 വരെ കടുവ ആക്രമണത്തിൽ ഒരാൾക്ക് പോലും ജീവഹാനി ഉണ്ടായിട്ടില്ല. പഞ്ചാരക്കൊല്ലിയിൽ ഒരു ജീവൻ പൊലിഞ്ഞത് വേദനാജനകമാണ്. ജാഥയിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന കർഷക പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയാണ്. മലയോര മേഖലയുടെ കാർഷിക സമ്പദ്ഘടന പ്രധാനമായും നിലനിൽക്കുന്നത് റബ്ബറിനെ ആശ്രയിച്ചാണ്. ദുസ്സഹമായ ഉൽപ്പാദന ചെലവും വിലത്തകർച്ചയും മൂലം റബ്ബർ ടാപ്പ് ചെയ്യാൻ പോലും പലരും മടിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ദുർഗതി എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് മലയോര സമരയാത്ര നടത്തുന്ന കോൺഗ്രസ് തന്നെയാണ്. കേരളത്തിലെ റബ്ബർ കർഷകരെ തകർത്ത ആസിയൻ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് 2009 അന്ന് ഭരണം കോൺഗ്രസിനായിരുന്നു. ഇതിനെതിരെ അതിശക്തമായ നിലപാടെടുത്തത് ഇടതുപക്ഷമാണ്. ഇത് കേരളത്തിൻ്റെ കാർഷിക മേഖലയെ തകർക്കുമെന്ന് ഇടതുപക്ഷം പലതവണ കോൺഗ്രസ് ഗവൺമെൻറ്റിനെ ഓർമ്മപ്പെടുത്തി. AK ആൻ്റണി മുതൽ
സമരയാത്ര ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാൽ വരെ ആ സർക്കാരിൽ അംഗങ്ങളായിരുന്നു. 0 മുതൽ 5 വരെ ശതമാനം ഇറക്കുമതി തീരുവയിലാണ് ആസിയൻ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ റബ്ബർ ഇറക്കുമതി ചെയ്യുന്നത്. ഇറക്കുമതിയുടെ കണക്കുകൾ പരിശോധിച്ചാൽ അതിൻ്റെ ഭയാനകത വ്യക്തമാകും. 2005-2006 45,285 ടണ്ണാണ് ഇറക്കുമതി ചെയ്തതെങ്കിൽ ഇന്നത് 6 ലക്ഷം ടണ്ണിനടുത്താണ്. റബ്ബർ ബോർഡ് സബ്സിഡി വെട്ടിക്കുറച്ചു. ഇന്ന് കർഷകന് കിട്ടുന്ന പരമാവധി സബ്സിഡി ഹെക്ടറിന് 25,000 രൂപയാണ്. മത്സരിക്കുന്നതാകട്ടെ 2 ലക്ഷം രൂപയ്ക്ക് മേൽ സബ്സിഡി കിട്ടുന്ന തായ്ലൻഡിലെയും മലേഷ്യയിലെയും കർഷകരോടും. സാധാരണ കർഷകനും വൻകിട ടയർ കമ്പനിക്കാരും തമ്മിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ആരുടെ പക്ഷത്താണെന്ന ചോദ്യവും പ്രസക്തമാണ്. ഇന്ത്യയിലെ കൂറ്റൻ ടയർ കമ്പനികളിൽ നിന്ന് കോൺഗ്രസും BJPയും കൈപ്പറ്റിയ ഫണ്ടിൻ്റെ കണക്കും ശ്രദ്ധിക്കേണ്ടതാണ്. റബ്ബറിൻ്റെ വില തകർക്കാൻ സംയുക്ത നീക്കം നടത്തുന്ന കമ്പനികൾക്കെതിരെ കമ എന്നൊരക്ഷരം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ കേരളം റബ്ബർ കർഷകരെ സഹായിക്കാൻ വിലസ്ഥിരത ഫണ്ട് ഏർപ്പെടുത്തി. കിലോയ്ക്ക് 180 രൂപ താങ്ങുവില നിശ്ചയിച്ചു. റബ്ബറിനെ വാണിജ്യ വിളയിൽ നിന്ന് കാർഷിക വിളയായി പ്രഖ്യാപിച്ച് മിനിമം താങ്ങുവില പ്രഖ്യാപിക്കണമെന്ന് കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യമാണ്. സമൃദ്ധിയുടെ പച്ചപ്പിൽ നിന്ന് വറുതിയുടെ നരകത്തിലേക്ക് ഈ ഭൂമികയെ കൊണ്ടെത്തിച്ചതിൻ്റെ മുഖ്യ പ്രതികളാണ് കള്ളക്കണ്ണീരൊഴുക്കുന്നതെന്ന് മലയോര ജനത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ജാഥയെ ജനങ്ങൾ തിരിഞ്ഞു നോക്കാത്തത്. ഇതിനെ തുടർന്നാണ് വാടകയ്ക്ക് ആളെ കൊണ്ടുവരുന്ന അൻവർ കമ്പനിയുമായി കൂട്ടുചേർന്നിരിക്കുന്നത്.